നമ്മൾ അടിമാലിൽ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. സൂപ്പർ ഫുഡാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല ബീഫ് ഫ്രൈയും ലിവർ ഫ്രൈയും അടിപൊളി ചോറാണ്. ഇലയിൽ നല്ല നാടൻ ഊണാണ്. നല്ല അടിപൊളി മീൻകറിയാണ്. അവിയൽ, തോരൻ, അച്ചാറ് എല്ലാം സാധനമുണ്ട്. ഞങ്ങൾ കാണിച്ചു. നല്ല ഇലയിലാണ്. നല്ല കിടലിന് ഊണ് കിട്ടുന്നതാണ്. നിങ്ങൾ വരുമ്പോൾ തന്നെ കാണാം റൈറ്റ് സൈഡിൽ ഷാപ്പിൽ കറികൾ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ വന്നാൽ മതി. നമ്മൾ അടിമാലിയിൽ നിന്ന് വന്ന റൂട്ടാണ്. കല്ലാറൂട്ടിക്ക് പോകുന്നത്. പക്കായപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ. നല്ല പനോല സെറ്റൊക്കെ വെച്ച് ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ. ഫസ്റ്റിൽ നമ്മളാണ് വന്നത്. ഫസ്റ്റിലത്തെ ഊണ് നമ്മുടെ ആണ് കേട്ടോ. നമ്മുടെ കുക്കല്ലേ, കുക്ക് ചേട്ടനാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ചേട്ടനാണ് കേട്ടോ. നമ്മളൊന്ന് കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും വരിക, വിസിറ്റ് ചെയ്യുക. എരിവും വിളിക്കും അല്ലേ. കല്ലാറൂട്ടി കൊണ്ട് ഈ സ്ഥലത്തിന് പ്രത്യേക പേര് വല്ലതും ഉണ്ടോ? ഈ സ്ഥലത്തിന് പ്രത്യേക പേര് പക്കായപ്പടി. അത് തന്നെ, പക്കായപ്പടി കേട്ടോ. പിന്നെ ഇവിടെ വേറെ വെറൈറ്റി ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ചട്ടിച്ചോറ്. അതും എല്ലായിടത്തും കിട്ടുന്നതിനേക്കാളും തീരെ വില കുറച്ചാണ് ഇവിടെ കിട്ടുന്നത്. കിടിലൻ സംഭവമാണ്. നമുക്ക് അത്രയ്ക്ക് വിശപ്പായിട്ടില്ലായിരുന്നു. അതിപ്പോൾ ചോറ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്താണ്. ഒരു ചട്ടിച്ചോറ് മേടിച്ച ഒരാൾക്കാരെ കഴിക്കാൻ ഒത്തിരിയാണ്. അതുകൊണ്ട് നമ്മൾ ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്താണ് ഇന്ന് ചോറ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ചട്ടിച്ചോറുകൂടെ ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ ഓർക്കുക. വേണ്ടോ നല്ല എന്നാ പറഞ്ഞത്, അവിയൽ, തക്കാളി കൊണ്ട് ഉണ്ടാക്കിയൊരു കറി, പപ്പടമുണ്ട്, പിന്നെ അടിപൊളി ബീഫ് ഫ്രൈ, മീൻചാറ്, സാമ്പാർ എല്ലാം ഉണ്ട് കേട്ടോ. കേട്ടോ ആവശ്യമായിട്ട് തോന്നണം എല്ലാവരും. ചോറിട്ടോ കേട്ടോ. മതി. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. ഇതേ നിങ്ങളോട് കുഞ്ഞുണ്ണി ഉണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ് കുഞ്ഞുണ്ണി കഴിക്കണേ. ഇത് ആദ്യമായിട്ടാണ് ഊണ് കഴിക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് കഴിച്ചത്? അതെ കണ്ടോ, കിടിലൻ ടേസ്റ്റാണ് കണ്ടോ. നമ്മളിപ്പോൾ അടിമാലിനെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഊണാണ് അല്ലേ. കണ്ടോ ബീഫ് ഫ്രൈ കണ്ടോ, അടിപൊളി. നമ്മൾ അടിമാലി കഴിഞ്ഞ് പോകുന്ന കഴിയുമ്പോൾ പാലക്കാവ് പമ്പൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങ് പോകുന്ന കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ടൽ ഷാപ്പിലെ കറികളിൽ നിന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എരിവും പുളിയെന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് അടിമാലി വരുമ്പോൾ. നല്ല തിരക്ക്, നല്ല ഊണാണ് ഇലയിൽ. നിങ്ങൾ കണ്ടാൽ കിട്ടില്ല, നല്ല ടേസ്റ്റാണ്. അടിപൊളി സാമ്പാർ എല്ലാം ഉണ്ട്. നിങ്ങളൊരു ദിവസം വരുക, വിസിറ്റ് ചെയ്യുക, എങ്ങനെയാണ് കഴിച്ചു നോക്കുക. എല്ലാ ദിവസവും ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ, ലിവർ ഫ്രൈ, പോട്ടി, മീൻ വറുത്ത്, അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അടിമാലിൽ ടൗൺ കഴിഞ്ഞ് പോരുമ്പോഴാണ് കല്ലാറൂട്ടിക്ക് പോകുന്ന വഴിക്ക് കല്ലാറൂട്ടി റോഡിലാണ്. അപ്പോൾ കല്ലാറൂട്ടി റോഡിലാണ് ഈ സ്പോട്ട് വരുന്നത്. വീടുകളൊക്കെ തലവസം ഉണ്ടാക്കി വെക്കണം. മീൻചാറ് പോലത്തെ നല്ല കിടുക്ക മീൻചാറാണോ കണ്ടോ. അതെടുത്ത് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചാൽ കണ്ടോ, മതി മതി. ഇന്ന് നോക്കട്ടെ. മീൻചാറിൻ്റെ ടേസ്റ്റ് വെച്ചാണല്ലോ അപാര ടേസ്റ്റാണ്. ഒന്നും പറയാനല്ല, കിടും. നമ്മൾ വീടുകളിൽ തലവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് തന്നെ ഒരു ടേസ്റ്റില്ലേ മീൻചാറ്, മീൻകറിയൊക്കെ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് ഫ്രൈ മേടിച്ചുകൊണ്ട് നമ്മൾ മീൻചാറ് സെപ്പറേറ്റ് മേടിച്ചാണ്. കറിയൊക്കെ സൂപ്പറാണ്, അടിപൊളി. നല്ല ബീഫ് ഫ്രൈ ഒന്നും പറയാനല്ല, കിടുവാണ് ഉണ്ടോ. നല്ല വരട്ടി നല്ല സെറ്റാക്കി വെച്ചാൽ ബീഫ് ഫ്രൈ ആണല്ലോ. നിങ്ങളുടെ ഇട്ടിട്ട് കുറച്ച് ചോറോടെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ബീഫ് ഫ്രൈയും ചോറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊള്ളാം, സൂപ്പർ. കുഞ്ഞിനെ ഞാനുണ്ട് ബിരിയാണി കൊള്ളാം. അല്ലേ ബീഫ് ഫ്രൈ ഒക്കെ ഇട്ടിട്ട് ബിരിയാണി കഴിക്കണം, അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. കിട്ടുവാണ് കണ്ടോ. അതായത് ഇതുപോലെ ഇലയിൽ അടിപൊളി സംഭവമാണ്.